ആ പട്ടിയെ ഒരു സ്ഥലത്ത്, സ്ഥാനം ഇപ്പോൾ പറയുന്നില്ല, കെട്ടിയിട്ട് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് സൽസന്താനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ചില ധനപരമായിട്ടുള്ള ഫ്ലോയും മറ്റ് സോഷ്യലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പം തകിടം മറിയും. മറ്റു സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ. വടക്ക് കിഴക്കൊക്കെ കൊടുത്താൽ വീട്ടിലുള്ളവർക്ക് പറയാൻ പാടില്ലാത്തത് പട്ടി വളരെ ഐശ്വര്യം തരും വീട്ടിൽ. പട്ടി എന്ന് പറയുന്ന വെറും നമ്മൾ പട്ടി എന്ന് പറയരുത്, അത് തരുന്ന ഗുണം ഭയങ്കര ഇതാണ്. രാജേന്ദ്ര ബാബു സർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഈ വീടുകളുടെ ഉപനിർമ്മിതികൾ, ഉദാഹരണത്തിന് ഔട്ട് ഹൗസുകൾ, ഗസ്റ്റ് ഹൗസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പണിയുമ്പോൾ നമ്മൾ വാസ്തു പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? അത് കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കണക്ക് പ്രകാരം കണക്ക് നോക്കി വീട് പണിത് മതിലെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഇതുപോലുള്ള ഉപനിർമ്മിതികൾ, ഗസ്റ്റ് ഹൗസോ പട്ടിക്കൂട്, കിണർ പിന്നെ നമ്മൾ ആദ്യമേ ചെയ്യും. കിണറും ഈ ഉപനിർമ്മിതിയുടെ പെടുന്നതാണ്. ഒരു വീടിന് കണക്കുണ്ടാക്കിയ കണക്കിൽപ്പെടുത്തി നിർമ്മിക്കുന്ന, കൂടാതെ നിർമ്മിക്കുന്ന ഉപനിർമ്മിതിയാണ് ഉപനിർമ്മിതി എന്ന് ഉദ്ദേശിച്ചത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ക്യാബിനോ അല്ലെങ്കിൽ ഒരു പട്ടിക്കൂടോ ഇതൊക്കെ പണിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം പ്രത്യേകം സ്ഥാനങ്ങളുണ്ട്, ഇത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. നമ്മൾ അത് നോക്കി കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവയ്ക്കും തിരിച്ചടികളുണ്ടാവും. നമ്മുടെ വീടിന് അത് ഭേദമായിട്ട് സംഭവിക്കാം. ഈ ഭേദം വന്നു കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ഐശ്വര്യം കുറയും. നമ്മൾ പ്രധാനമായിട്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നമുക്കിത് പണിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സെക്യൂരിറ്റി ക്യാബിൻ എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമ്മൾ വീടുമായിട്ട് അകലവും ഇതിൻ്റെ ഉയരവും എല്ലാം നോക്കി വീടിൻ്റെ തറയ്ക്കും വീടിൻ്റെ ദർശനത്തിനും ഭേദം വരാത്ത രീതിയിലാണ് സാധാരണ ഇതെല്ലാം നിർമ്മിക്കുന്നത്. ഇത് നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ചില ധനപരമായിട്ടുള്ള ഫ്ലോയും മറ്റ് സോഷ്യലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പം തകിടം മറിയും. ഈ തകിടം മറിച്ചിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചില ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ പ്രശ്നമായിരുന്നു. അപ്പം ഇത് ചിലപ്പം നമ്മളുടെ വീടിൻ്റെ ഏതെങ്കിലും മർമ്മത്തിൽ, അതായത് പുറത്തേക്കുള്ള മർമ്മത്തിൽ, മർമ്മ അല്ലെങ്കിൽ വഴിയിലേക്ക് വന്ന് മുട്ടുന്ന സ്ഥലത്തൊക്കെ വേദിച്ച് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് വരുന്നത്. ഇതുപോലെ തന്നെയാണ് കിണർ. വീടെല്ലാം പണിത് കഴിഞ്ഞിട്ട് നമുക്ക് കിണർ പണിയാം, അല്ലെങ്കിൽ ഇത് ഒരു സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ എന്തെങ്കിലും പിന്നീട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പം ഈ കിണർ ഉണ്ടാക്കാനായിട്ട് 3-4 നല്ല സ്ഥാനങ്ങളുണ്ട്. ഏറ്റവും പറയുന്നത് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ കിണർ വന്നു കഴിഞ്ഞാൽ ഉത്തമമാണ്. പക്ഷെ ഈ മീനൻ രാശിക്ക് ഒരു കുഴപ്പമുണ്ട്, മീനൻ രാശി കോണിലാണ്. ഇത് വന്നിട്ട് വീടിൻ്റെ കോണിൽ വരുമ്പോൾ ഈ മീനൻ രാശി ഉത്തമമാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്ന് വടക്ക് കിഴക്കേ മൂലയിൽ കിണർ വയ്ക്കും. ഇത് വീടിൻ്റെ മൂലയും ആ സ്ഥലത്തിൻ്റെ മൂലയും തമ്മിൽ വേദിക്കുന്നിടത്ത് കിണർ വന്ന് പെട്ടുപോയാൽ സർവനാശോഫലം. മീനൻ രാശിയിൽ കിണർ വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജോത്സ്യര്. ചില ആൾക്കാർ ചോദിക്കും, മീനൻ രാശിയിൽ കിണർ വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ ദുരിതമാണ്. പക്ഷെ അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യണം. അതിനേക്കാൾ ഉപരി മകരം, കുംഭം രാശി, മേട, ഇടവൻ രാശികളിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് ഇത്. ഈ കോൺ രാശി വരാതിരിക്കാനുള്ള ഒരു നല്ല ഇത്. വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് മാറി അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഒരല്പം അങ്ങോട്ട് ഉള്ളിലേക്ക് നേരെ കിഴക്കോട്ട് മാറുമ്പം രാശി മാറും. അത് സർവൈശ്വര്യങ്ങളെ പ്രദാനം ചെയ്യും. നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു താമരക്കുളം, ഇപ്പം ഇഷ്ടംപോലെ ഈ താമര ചെറിയ പോണ്ടായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ചെറിയ കുളങ്ങൾ പോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് വളരെ ഐശ്വര്യമാണ്. വീടിൻ്റെ നേരെ വടക്ക് ഒരല്പം കിഴക്കോട്ട് മാറി ഇതൊരല്പം കുഴിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രോസ്പെരിറ്റിക്ക് കൈയും കണക്കും ഉണ്ടാവില്ല, നല്ല രീതിയിലേക്ക് വരും. പല ദോഷങ്ങളും മാറിക്കിട്ടും. കാരണം ജലത്തിൻ്റെ ഒരു സ്ഥാനമാണത്. ആ സ്ഥാനത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ, പ്രത്യേകിച്ച് അക്വേറിയം വന്ന് നന്നായിട്ട് വരും. അതായത് വീടിന്റെ പുറത്തല്ലേ ഇത് പറയുന്നത്? പുറത്തും ചെയ്യാം, അക്വേറിയം അകത്തും ചെയ്യാം. ഇതുപോലെ ഈ താമര
ആ അത് വെക്കുന്ന വീടിന് പുറത്ത് പുറത്ത്. വെക്കണം. അത് നേരെ വടക്ക് ഭാഗത്തിൻ്റെ കിഴക്കോട്ട് മാറി വച്ച് കഴിയുമ്പോൾ ആ ജലരാശി തന്നെ വരും. ഇത് പറയുന്ന മകരം, കുംഭം അങ്ങനെയുള്ള രാശികൾ മീനത്തിൻ്റെ അടുത്തേക്ക് വരും. ഇത് വരുന്നത് വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ ഒരു ഉപനിർമ്മിതിയാണ് ഇത് സംഭവം. ഈ സ്ഥാനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഗസ്റ്റ് ഹൗസോ എന്തെങ്കിലും അതല്ലെങ്കിൽ സർവൻസിന് വേണ്ടിയിട്ടൊരു ചെറിയ ഇത് വെച്ച് ഔട്ട് ഹൗസോ പോലെ പണിതാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് വെയിറ്റ് കൂടുകയാണ് അപ്പം വീടിന്. തെക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോട്ടോ മാറിയിട്ടാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, സമ്പ്രദായമാണ്. അത് കണക്ക് നോക്കിയിട്ട് ചെയ്യുന്ന അതിന് എക്സ്റ്റൻഷനാണത്. അതുപോലെ പണ്ടുള്ള വീടുകൾക്ക് ചായ്പുകൾ ഉണ്ടായിരുന്നു. ചായ്പുകളുണ്ടാവും. ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ചായ്പ് എന്ന് പറയുന്നത്. ഈ ചായ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതുപോലെ വാസ്തുവിന് പ്രശ്നം ഉണ്ടാവുമോ? ചായ്പുകൾ സാധാരണ പണ്ട് കാലങ്ങളിൽ വടക്കോട്ടും കിഴക്കോട്ടും ഒരു വീട് അതിൻ്റെ തായ്പുര എന്ന് പറയും. അതെ. ആ തായ്പുര എടുത്തിട്ട് അതിൻ്റെ വടക്കോട്ടും കിഴക്കോട്ടും നീട്ടിയെടുക്കുന്നതിനാണ് ചായ്പുകൾ. ചില ആൾക്കാർ ഇത് കണക്ക് നോക്കാതെ പടിഞ്ഞാറോട്ട് എടുക്കും. അത് അബദ്ധത്തിലേക്ക് വരാറുണ്ട്. പണ്ട് ചായ്പായിരുന്നു, ഇപ്പൊ അത് ഷീറ്റൊക്കെ ഇട്ടിട്ട് അത് വർക്ക് ഏരിയ സെറ്റപ്പിലാക്കി. അതെ അതെ, വർക്ക് ഏരിയ ആക്കി. അപ്പൊ അത് ഇതുപോലെ സൂക്ഷിച്ച് ചെയ്യണം. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഐശ്വര്യത്തെ കുറയ്ക്കും. വീട്ടിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റുള്ളവരുടെ കർമ്മം, തൊഴിലിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട്. വീട്ടിലെ വരുമാനത്തിനെയാണ് ഏറ്റവും പെട്ടെന്ന് കയറി ബാധിക്കുന്നത്. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അയാളുടെ വരുമാനത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്നിപ്പോൾ എല്ലാവരും ഇത് നോക്കി തന്നെ ചെയ്യുന്നത്. നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ ആ വീടിനെ അതിൻ്റെ മർമ്മ ഇതെല്ലാം നോക്കിയിട്ട് 9x9 81 കളങ്ങളാക്കി തിരിച്ച് ആ വീട് ആ ഇതിൽ പെടുത്തിയാണ് ചെയ്യുന്നത്. രണ്ടാമതൊരു നിർമ്മിതി വരുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ പദയോനികളെല്ലാം വ്യത്യാസം മാറ്റി ചെയ്ത് വന്നാലേ ഐശ്വര്യം നമുക്കകത്തേക്ക് കിട്ടുള്ളൂ. ഇത് ചില ആൾക്കാർ ചോദിക്കും, എനിക്കിതൊന്നും ചെയ്തിട്ട് ഇല്ലാതെ തന്നെ ഐശ്വര്യം വന്നു. പക്ഷെ അയാൾക്ക് ബൈ ബർത്ത് ലക്കുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ലക്ക് അവർ ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് ഇതിങ്ങനെ കുറെ അങ്ങ് തട്ടി പോവും. വീട്ടിൽ വേറെ എന്തെങ്കിലും ഇത് വരുമ്പോൾ ഇത് പെട്ടെന്ന് എല്ലാം കൂടി എഫക്ട് ചെയ്യും. അപ്പൊ ആ പറഞ്ഞൊക്കെ പോവും. സമയം മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതുപോലെ പട്ടിക്കൂടിന്റെ കാര്യം പറഞ്ഞു. ഈ പട്ടിക്കൂടിന് ഇതുപോലൊരു കണക്കുണ്ടോ? പട്ടിക്കൂട് തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറുമാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. ഇപ്പം വടക്ക് കിഴക്കൊക്കെ കൊടുത്താൽ വീട്ടിലുള്ളവർക്ക് പറയാൻ പാടില്ലാത്തടത്ത് ചൊറിച്ചിൽ, അതുപോലുള്ള സ്കിൻ ഡിസീസ് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പട്ടിയുടെ രോമം എന്തായാലും കൊഴിഞ്ഞു വീഴും. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ഇറയത്താണ് പട്ടിയെ വളർത്തുന്നതെന്ന് പറയും. പക്ഷെ അപ്പം അവൻ ചിലപ്പോൾ തെക്ക് കിഴക്കേ ഭാഗത്തായിരിക്കും അത് വളർത്തുന്നത്. ഇറയത്ത് വളർത്താം, പക്ഷെ അതുപോലെ സൂക്ഷിക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വീടിനകത്ത് വളർത്തുന്നുണ്ട്, പക്ഷെ പട്ടിക്കൂട് പണിയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല. അതുപോലെ കന്നിമൂലയിലും പാടില്ല. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ പട്ടീനെ വളർത്താൻ ഉദ്ദേശമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പട്ടിക്കൂടിനും അതുപോലെ തന്നെ സ്ഥാനം കാണുന്നുണ്ടോ? കാണണം. പട്ടിക്കൂടിന് ഇതിന്റെ വീടിന്റെ കൂടെ തന്നെ സ്ഥാനം കണ്ട് എനിക്കൊരു നല്ലൊരു പട്ടിയെ വളർത്താനുള്ളൊരു കേസുണ്ട്. പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ അതുപോലെ വീട് പണിയുന്ന കൂട്ടത്തിൽ തന്നെ പണ്ട് കാലത്ത് ഇതിനൊന്നും സ്ഥാനമില്ലല്ലോ എന്ന് പറയും. അന്നത്തെ സാഹചര്യം കാരണം നമ്മളെ ഒരു അതിനേക്കാളും ഒതുങ്ങി വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഇപ്പം പട്ടിയെയും പൂച്ചയൊക്കെ നമ്മൾ വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മക്കളെ പോലെ തന്നെ ഓമനിച്ചു കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. പട്ടി വളരെ ഐശ്വര്യം തരും വീട്ടില്. പട്ടി എന്ന് പറയുന്ന വെറും നമ്മൾ പട്ടി എന്ന് പറയരുത്. അത് തരുന്ന ഗുണം ഭയങ്കര ഇതാണ്. അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ വീട്ടിലെ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നായകൾക്ക് ഭക്ഷണം കൊടുത്ത കുട്ടികളുണ്ടാകാത്തവർക്ക് ഒരു സ്ഥലത്ത് കെട്ടിവെച്ച് ആ പട്ടിയെ ഒരു സ്ഥലത്ത് സ്ഥാനം ഇപ്പൊ പറയുന്നില്ല കെട്ടിയിട്ട് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് സൽസന്താനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാ പറയുന്നത്. കുട്ടികൾ ഇഷ്ടം പോലെ കുട്ടികൾക്കൊക്കെ
ഐശ്വര്യം ഉണ്ടാകും. ഓക്കെ, നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.